ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നെന്ന് ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത്. ദേവന് നേദിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് നൽകിയ സംഭവം ആചാരലംഘനമാണെന്നും പരിഹാരക്രിയ ചെയ്യണമെന്നും നിർദ്ദേശം. ഉരുളിവെച്ച് പണം സമർപ്പിക്കണം. ഇനി ഇത്തരമൊരു അബദ്ധമുണ്ടാകില്ലെന്നും വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നും തന്ത്രി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പരസ്യമായി പരിഹാരക്രിയ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ വരുന്ന കാര്യങ്ങൾ. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നെന്ന ദേവസ്വം ബോർഡിനാണ് തന്ത്രി കത്തയച്ചിരിക്കുന്നത്. ദേവനെ നേദിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് ഇത് നൽകിയ സംഭവമാണ് ആചാരലംഘനമാണെന്നും ഇക്കാര്യത്തിലുള്ള പരിഹാരക്രിയ ചെയ്യണമെന്ന നിർദ്ദേശവും വരുന്നത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, എന്താണ് തന്ത്രി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? ഇക്കാര്യത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ, പ്രതിവിധികൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് ഈ മാസം 12-ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഉള്ള ആളുകൾക്ക് നൽകിയ കത്തിലാണ് പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ആചാരലംഘനം എന്ന് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 14-ാം തീയതിയായിരുന്നു ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നത്. ഉദ്ഘാടകൻ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനായിരുന്നു. മറ്റ് തിരക്കുകൾ ഉള്ളതിനാൽ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും വിശിഷ്ട അതിഥികൾക്കും ആദ്യം സദ്യ വിളമ്പി എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നത്. എന്നാൽ വിശദീകരണവുമായി പിന്നീട് പള്ളിയോട സേവാ സംഘം പ്രവർത്തകർ രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തന്ത്രിയുടെ വിധി വന്നിരിക്കുന്നത്. അതായത് ആചാരലംഘനം ഉണ്ടായിട്ടുണ്ട്, അതിന് പരിഹാരക്രിയ ചെയ്യണം എന്നുള്ളതാണ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യേണ്ടത് പരസ്യമായി തന്നെ ഉണ്ടാവണം. അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പ് ചുമതലക്കാരായിട്ടുള്ള പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള മുഴുവൻ ആളുകളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 11 പറ അരിയുടെ സദ്യ ഉണ്ടാക്കണം, 1 പറ അരിയുടെ നിവേദ്യവും 4 കറികളും നൽകണം. ഒപ്പം തന്നെ ആചാരപരമായി ദേവൻ എന്ന സങ്കല്പത്തിൽ ആദ്യം സദ്യ വിളമ്പിയ ശേഷം പിന്നീട് മറ്റുള്ളവർക്ക് നൽകണം. മാത്രമല്ല, മേലിൽ ഇത്തരത്തിലുള്ള ക്രമപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നും ക്രമപ്രകാരം തന്നെ സദ്യ നടത്തുമെന്നുമുള്ള പ്രതിജ്ഞ ചെയ്യണമെന്നുമാണ് തന്ത്രിയുടെ നിർദ്ദേശമായി വന്നിട്ടുള്ളത്. ഇത് പരസ്യമായി തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സദ്യയുടെ നടത്തിപ്പുകാരായിരുന്ന പള്ളിയോട സേവാ സംഘത്തിൻ്റെ വിശദീകരണത്തെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തന്ത്രിയുടെ വിധി വന്നിട്ടുള്ളത്. അതിനാൽ ഈ വിഷയത്തിൽ ഇനി ദേവസ്വം ബോർഡ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുക? കാരണം അവിടെ ആറന്മുളയെ സംബന്ധിച്ചോളം അറിയാം, ആചാരപരമായിട്ട് ഒരുപാട് നിഷ്ഠകൾ ഉള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് തന്ത്രി വരുന്നത്. ഇനിയുള്ള കൂടിയാലോചനകൾ സംബന്ധിച്ചൊക്കെ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ക്ഷേത്ര ആചാരം സംബന്ധിച്ച് തന്ത്രിയുടെ വാക്ക് അന്തിമമാണ്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് പരിഹാരം തേടി തന്നെയാണ് ദേവസ്വം ബോർഡ് തന്ത്രിയെ സമീപിച്ചതെന്ന് വേണം കരുതാൻ. അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ആചാരപരമായി ഇനി ബാക്കിയുള്ളത്. അതിനാൽ തന്നെ പ്രത്യേകമായ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് ഈ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി പാലിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമെന്നുള്ളത് ഈ വള്ളസദ്യയുടെ നടത്തിപ്പ് ചുമതലക്കാരായിട്ടുള്ള പള്ളിയോട സേവാ സംഘത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളും ഒപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ദേവസ്വം പ്രതിനിധികളടക്കമുള്ളവർ ഈ പരിഹാരക്രിയയുടെ ഭാഗം ആകണമെന്ന് തന്നെയാണ്. അത് ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികളായിരിക്കും ഇനി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാനുള്ളത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.